ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് ജൂൺ 15-ാം തീയതി കത്തോലിക്ക തിരുസഭയിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആചരിക്കുകയാണ്. പരിശുദ്ധ ത്രിത്വം ക്രൈസ്തവ ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാന രഹസ്യങ്ങളിലൊന്നാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ മൂന്ന് പേരുടെയും കൂട്ടായ്മയാണ് ക്രൈസ്തവ ജീവിതം. ആ കൂട്ടായ്മയിൽ പങ്കുചേരുന്നതാണ് ക്രൈസ്തവ ജീവിതം. റഷ്യൻ ചിത്രകാരനായ ആന്ദ്രേ റിപ്ലേവിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഐക്കൺ ഉണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഐക്കണാണ്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ളതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്നാണ് അതിൻ്റെ ആ പശ്ചാത്തലം എടുത്തിരിക്കുന്നത്. അതായത് അബ്രാഹത്തെ സന്ദർശിക്കാൻ വരുന്ന 3 ദൂതന്മാർ, അവർക്ക് കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കുന്ന അബ്രാഹം, മാമ്രയുടെ ഒക്കുമര തോട്ടത്തിൽ അവർക്ക് വേണ്ടി മേശയൊരുക്കി അവർ 3 പേരും ആ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നതായിട്ടാണ് ഈ ചിത്രത്തിൻ്റെ, ഈ ഐക്കണിൻ്റെ പ്രതിപാദ്യ വിഷയം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആ സ്നേഹക്കൂട്ടായ്മ ഇന്ന് നമ്മൾ വിളിക്കുകയാണ്. ഒരിക്കൽ ഒരു കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞനോട് അക്രൈസ്തവനായിട്ടുള്ള ഒരു മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ ദൈവം ഒന്നാണെന്ന് പറയുന്നു, പിന്നീട് പറയുന്നു ദൈവത്തിൽ 3 ആളുകളുണ്ടെന്ന്. ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ദൈവം ഏകനല്ലേ? അപ്പോൾ ഈ ദൈവശാസ്ത്രജ്ഞൻ ആ വ്യക്തിയോട് പറയുകയാണ്, ദൈവം ഏകനാണ് എന്നുള്ളത് തന്നെയാണ് ക്രൈസ്തവ വിശ്വാസം. എന്നാൽ ദൈവം ഏകാഗിയല്ല എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 പേരുടെയും കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ അത് ഒന്നായി തീർന്നിരിക്കുന്നതാണ് പരിശുദ്ധ ത്രിത്വം. എന്നിട്ട് ഈ ദൈവശാസ്ത്രജ്ഞൻ ഈ മനുഷ്യന് വിശദീകരിച്ചു കൊടുക്കുകയാണ്, സ്നേഹത്തിൻ്റെ പൂർണ്ണത ദൈവത്തിലുണ്ടെങ്കിൽ, ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് എന്താണ്? സ്വയം സ്നേഹിക്കുന്നതല്ലോ, പങ്കുവെച്ച് സ്നേഹിക്കുന്നതാണല്ലോ. അപ്പോൾ പങ്കുവെച്ച് ഉള്ള സ്നേഹം ദൈവത്തിലുണ്ട്. അത് ആ കൂട്ടായ്മയാണ് സൂചിപ്പിക്കുന്നത്. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂട്ടായ്മയാണ്. പൗരസ്ത്യ ദൈവശാസ്ത്രജ്ഞനും വിശുദ്ധനുമായിട്ടുള്ള വിശുദ്ധ അപ്രയം പറയുന്നത്, തീയിനോടാണ് പരിശുദ്ധ ത്രിത്വത്തെ ഉപമിക്കുന്നത്. തീയെ അതിൽ തന്നെ വെളിച്ചമുണ്ട്, അതിൽ തന്നെ ചൂടുണ്ട്, അതിൽ തന്നെ പുകയുമുണ്ട്. എന്നാൽ 3 കൂടി അത് തീയായിട്ട് തീർന്നിരിക്കും. ഇതുപോലെ തന്നെ പരിശുദ്ധ ത്രിത്വം ദൈവത്തിൻ്റെ 3 പ്രത്യക്ഷീകരണങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലേക്ക് കടന്നു നോക്കിക്കഴിഞ്ഞാൽ പിതാവായ ദൈവം ഒരു അപ്പനായി, അപ്പൻ്റെ സ്നേഹവാത്സല്യത്തോടു കൂടി സൃഷ്ടാവായി അവതരിക്കുകയാണ്. പിന്നീട് സുവിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ അപ്പൻ്റെ മകൻ, പുത്രൻ, മനുഷ്യനായി അവതരിച്ച് മനുഷ്യൻ്റെ ആ ചോരയും നീരുമുള്ള ആ മാംസമുള്ള മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും ദുഃഖങ്ങളും വേദനകളും ഏറ്റെടുത്തുകൊണ്ട്, മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യന് വേണ്ടി ബലിയായി തീരുന്ന പുത്രനായ ദൈവം. പിന്നീട് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ലോകത്തിൽ തുടരുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാനും പിതാവും ഒന്നാണ്. എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു. പിതാവിലേക്കുള്ള വഴി അത് ഞാൻ തന്നെയാണ്. അപ്പോൾ യേശു, പിതാവും പരിശുദ്ധാത്മാവും ഒന്നാണ് എന്ന് തിരുവചനത്തിലെ ഒരുപാട് തവണ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിൽ എങ്ങനെയാണ് നമ്മൾ പങ്കുചേരുന്നത്? കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ പങ്കുചേരുന്നത്. ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് അപ്പസ്തോല പ്രബോധനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ, കൂട്ടായ്മ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അവരുടെ കൂട്ടായ്മയെക്കുറിച്ച് പറയുന്ന അവരൊരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും വലിയ മനോഹരമായൊരു കൂട്ടായ്മയാണ് നമ്മൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവർ ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, അപ്പസ്തോല പ്രബോധനം, അപ്പം മുറിക്കൽ, കൂട്ടായ്മ, പ്രാർത്ഥന,
ഈ 4 തൂണുകളിലാണ് സഭാജീവിതം കെട്ടിപ്പടുത്തിരിക്കുന്നത്. അപ്പസ്തോല പ്രബോധനം എന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാർ യേശുവിനെ കുറിച്ച് പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതാണ് പിന്നീട് സുവിശേഷങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതായത് വചനം തന്നെയാണ് അപ്പസ്തോല പ്രബോധനം എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത്, ക്രൈസ്തവ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തൂണ് വിശുദ്ധ കുർബാനയാണ്, അപ്പം മുറിക്കൽ. ആദ്യ കാലഘട്ടങ്ങളിൽ വിശുദ്ധ കുർബാന അറിയപ്പെട്ടിരുന്ന അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ക്രൈസ്തവ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന, ദൈവവുമായിട്ടുള്ള ബന്ധമാണ് പ്രാർത്ഥന. നാലാമത്തേത് കൂട്ടായ്മ, പരസ്പരം അറിയുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന സ്നേഹ സമൂഹം. ഈ 4 കാര്യങ്ങളാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ 4 തൂണുകൾ. കൂട്ടായ്മയില്ലാതെ ക്രൈസ്തവ ജീവിതമില്ല. കൂട്ടായ്മയില്ലാതെ വചനം വായിച്ചതുകൊണ്ടോ വചനം പ്രസംഗിച്ചതുകൊണ്ടോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ കാര്യമില്ല. സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, കൂട്ടായ്മയാണ് പ്രധാനപ്പെട്ടത്. ഈ കൂട്ടായ്മയിൽ പങ്കുചേരുകയാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹത്തിൽ പങ്കുചേരാനുള്ള വഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭാസമൂഹത്തിൻ്റെ വിവിധങ്ങളായ സംവിധാനങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. ഇന്ന് 140 കോടിയോളം കത്തോലിക്കരുണ്ട് ഈ ലോകത്ത്. ഈ കത്തോലിക്ക സഭ ഒരു കൂട്ടായ്മയായി തീർന്നിരിക്കുന്നത് ചെറിയ ചെറിയ കൂട്ടായ്മകളിലൂടെയാണ്. 3600ഓളം വരുന്ന രൂപതകൾ, ഓരോ രൂപതയിലും ചെറിയ ചെറിയ ഇടവകകൾ, ഓരോ ഇടവകയിലും ചെറിയ ചെറിയ കുടുംബ കൂട്ടായ്മകൾ. അങ്ങനെ ആ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ഇടവകയുടെ, രൂപതയുടെ, സഭയുടെ കൂട്ടായ്മയിൽ പങ്കുകാരായി തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് കുടുംബ കൂട്ടായ്മ ദിനം കൂടെയായിട്ട് ആചരിക്കുകയാണ്. കുടുംബ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ സഭാ കൂട്ടായ്മയോട് നമ്മളെ ചേർത്ത് നിർത്തുകയാണ്. ഈ സഭാ കൂട്ടായ്മയിൽ ചേരുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിൽ നമ്മൾ പങ്കുചേരുന്നു. ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഈ തിരുനാൾ ദിനത്തിൽ നമുക്കൊരു പുതിയ പ്രതിജ്ഞ എടുക്കാം. നമ്മളായിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൽ ആ കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കാനുള്ളൊരു തീരുമാനമെടുക്കാം. അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹക്കൂട്ടായ്മയിൽ നമുക്കും പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആശീർവാദവും സംരക്ഷണവും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹക്കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ എന്നും നിറഞ്ഞ് ഫലം പുറപ്പെടുവിക്കട്ടെ. ആമേൻ.